തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ്. നല്ല സമറായൻ്റെ ഉപമ. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവൻ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് പ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി തൻ്റെ കഴുതിയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പാൻ്റെ കയ്യിൽ 2 ദനാര കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, പല ആവർത്തി വായിച്ച് കേട്ട് മനസ്സിലാക്കി കടന്നുപോയ ഒരു വചനഭാഗമാണ് നല്ല സമറായൻ്റെ ഉപമയിൽ നാം വായിച്ചു കേട്ടത്. നിയമജ്ഞൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദ്യങ്ങൾ നടത്തുകയാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും നടത്തുന്ന ഒരു വേദിയിൽ, അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഈശോ കാരുണ്യത്തിൻ്റെ സത്വാർത്ത അവൻ്റെ മനസ്സിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ബുദ്ധിയിൽ മാത്രം ചിന്തിച്ചതുകൊണ്ടോ ആശയങ്ങളിൽ മാത്രം ജീവിച്ചതുകൊണ്ടോ കാര്യമില്ല. നിന്റെ കരങ്ങൾ കരുണയുടെ പ്രവൃത്തിക്ക് വേണ്ടി വിശാലമാക്കണമെന്ന് ഈശോ പഠിപ്പിച്ചു കൊടുക്കുന്ന വചനഭാഗമാണ് ഈ സമറായൻ്റെ ഉപമയിൽ നാം കേൾക്കുക. നിയമജ്ഞൻ ചോദിക്കാൻ വന്ന നിത്യജീവനെക്കുറിച്ചുള്ള ചോദ്യമാണ്. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ജീവൻ തരാൻ വന്ന, ജീവൻ നൽകുവാൻ വന്ന യേശു നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കരുണയുടെ കരങ്ങൾ നീട്ടിക്കൊണ്ട് കരുണയുടെ സത്വാർത്ത നീ കണ്ടുമുട്ടുന്നവർക്ക് കൊടുക്കണമെന്ന് ഈശോ പറയുകയാ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ കണ്ണുകൾ അടച്ച് പലതും കണ്ടില്ലെന്ന് നടിച്ച് നാം കടന്നു പോകും. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് നിൽക്കുവാൻ നമുക്ക് സമയമില്ലാത്ത ജീവിതത്തിൻ്റെ തിരക്കേറിയ യാത്രകളിലൂടെയാണ് നാം കടന്നു പോവുക. എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ തന്നെ അവിടെ പലപ്പോഴും അലസതയും മടിയുമൊക്കെ നമ്മുടെ കാലുകളെ പിടികൂടുന്ന ഒരു കാലഘട്ടം. ക്രിസ്തീയ ജീവിതത്തിന് പകരം പലപ്പോഴും സുഖസമൃദ്ധിയുടെ ജീവിതമാണ് നാം നടത്തുക. അലസതകൾ നമ്മളെ പിടികൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈശോ പറയുന്ന ഈ വചനഭാഗം ഒരു പടി കൂടി കടന്നിട്ട് കുറച്ചുകൂടി അധ്വാനിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി കുറച്ചുകൂടി അധ്വാനിക്കുവാനുള്ള ഒരു വഴിയാണ് ഈശോ നമുക്ക് കാണിച്ചു തരിക. നിത്യജീവന്റെ മാർഗം കാട്ടിയവൻ്റെ അതേ മൊഴിയിൽ നിന്ന്, ജീവൻ ബലിയർപ്പിച്ചവൻ്റെ അതേ അതിരത്തിൽ നിന്ന് തന്നെയാണ് ഈ വചനം പുറത്തു വന്നിരിക്കുന്നത്. കരുണ എങ്ങനെ കാണിക്കണമെന്ന്, എങ്ങനെ നിന്റെ സഹോദരനെ രക്ഷിക്കണമെന്ന്, എങ്ങനെ അവനെ നേടിയെടുക്കണമെന്ന്, അയൽക്കാരനെ തിരിച്ചറിയാനുള്ള കാരുണ്യത്തിൻ്റെ ഒരു ഉപമയാണ് സമറിയാക്കാരൻ്റെ ഉപമയിൽ നാം കാണുന്നത്. സ്നേഹം പ്രയോഗതലത്തിലേക്ക് കടന്നു വരുന്ന ഒരു ആവിഷ്കാരം. സ്നേഹമുണ്ട് എന്ന് പല ആവർത്തി പറയുമ്പോൾ അത് നാം കാണിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ അവിടെ അർത്ഥമില്ല. ഒരു പെൺകുട്ടി പറഞ്ഞു, വർഷങ്ങളായിട്ട് ഒരുവനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. 3 വർഷങ്ങൾ സ്നേഹമൊക്കെയായി, സംസാരമായി, വാക്കായി, പ്രവൃത്തിയായി, സമ്മാനങ്ങൾ കൈമാറിയൊക്കെ കടന്നുപോയി. 4-ാം വർഷം അവൾ സ്നേഹിക്കുന്ന പുരുഷൻ മറ്റൊരു സ്ഥലത്തേക്ക് ജോലിയിലേക്ക് പോയി. പിന്നെ എപ്പോൾ വിളിച്ചാലും തിരക്കാണെന്ന് പറഞ്ഞ് പല ആവർത്തി വിളിച്ചിട്ടും കോളുകളൊന്നും തിരിച്ചു വിളിക്കാത്ത ഒരവസ്ഥയിലേക്ക് കടന്നുപോയി. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഇവൾക്ക് പലതും വേദനയായി തോന്നി.
ഇവൾ എന്തു ചോദിച്ചാലും ഒന്നും ചെയ്തു കൊടുക്കാത്ത ഒരവസ്ഥ, സ്നേഹം തിരസ്കരിക്കപ്പെട്ട ഒരവസ്ഥ അവൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. മാനുഷിക സ്നേഹത്തിന് ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ മേച്ചിൽസ്ഥലങ്ങളിലേക്കും പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കും ഒക്കെ കടന്നു പോകുമ്പോൾ അവർ ആത്മാർത്ഥ സ്നേഹത്തിന് വില കൊടുക്കാത്ത ഒരവസ്ഥ. ഇന്ന് നമ്മുടെയൊക്കെ സ്നേഹവും കാണുമ്പോഴുള്ള സ്നേഹം മാത്രം, പ്രവൃത്തിയിലേക്ക് ആ സ്നേഹം വന്നുപെടുന്നില്ല. പലപ്പോഴും സെൽഫിഷായിട്ട് സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യ മക്കളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈശോ പറയുകയാ, സ്വാർത്ഥതയുടെ മുഖം മൂടി വലിച്ചെറിഞ്ഞിട്ട് നീ നിൻ്റെ ഈശോയുടെ മുമ്പിൽ നിസ്വാർത്ഥമായി ഈശോയ്ക്ക് വേണ്ടി മനുഷ്യ മക്കളെ സേവിക്കണമെന്നും സ്നേഹിക്കണമെന്നും ഈശോ നമ്മളെ പഠിപ്പിക്കുകയാ. വീണ് കിടക്കുന്നവൻ്റെ കരുണയുടെ സ്പർശനം കൊടുത്തപ്പോൾ വീണ് കിടക്കുന്ന അടുക്കലേക്ക് കരുണയുടെ സ്പർശനമായി ഒരു സമരിയക്കാരൻ ഇറങ്ങി വരുന്നത് വചനത്തിൽ നാം കാണുന്നുണ്ട്. എല്ലാറ്റിനെയും ഏറ്റുവാങ്ങാനാകുന്ന രക്ഷകനായ യേശുവിനെ പോലെ ഈശോയുടെ അതേ പതിപ്പാണ് നാം ഇവിടെ സമരിയക്കാരിൽ കാണുക. സമയമോ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതാപമോ അന്തസ്സോ അല്ലെങ്കിൽ മറ്റൊരു യാത്രയ്ക്ക് അവൻ പോവുകയാ. അവിടെ എത്തേണ്ട ആ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചൊന്നുമല്ല അവൻ ചിന്തിക്കുക. ഒരു കരുണയുടെ മൂർത്തിഭാവമായിട്ട് മാറുന്ന ഒരു സമരിയക്കാരനെ വചനഭാഗത്ത് നാം കാണുന്നുണ്ട്. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ മർദ്ദിച്ച് അർത്ഥപ്രാണനായിട്ട് പൊക്കിളഞ്ഞു എന്നാണ് വചനത്തിൽ നാം വായിക്കുക. ഒരു യാത്രയുടെ അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. ഇവൻ്റെ ഈ വലിയ അവസ്ഥയിൽ ഇവനെ സഹായിക്കാൻ കടന്നു വന്ന നല്ല സമറിയക്കാരൻ ഈശോയുടെ ഒരു പതിപ്പാണ്. അവനും ഒരു യാത്രയിൽ തന്നെയാണ്. ഈശോയുടെ പതിപ്പ് ആയി സമറിയക്കാരൻ മാറിയെങ്കിൽ ഈശോയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യവംശത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി പിതാവിൻ്റെ പക്കൽ നിന്ന് യാത്രയായ ഒരു ഈശോയുണ്ട്. മനുഷ്യാത്മാവിന് വേണ്ടി ഈശോ നടത്തിയ യാത്ര, ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലുള്ളൊരു യാത്ര. ആ ഒരു യാത്രയെക്കുറിച്ച് കൂടി ഈ വചനഭാഗം വായിക്കുമ്പോൾ നാം ചിന്തിക്കണമെന്ന് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടത്തേക്ക് മനുഷ്യ ജീവിതങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് പറ്റും. എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ഞാൻ വീണു പോകുന്നോ തളർന്നു പോകുന്നോ അവിടെയൊക്കെ ഈ സമരിയക്കാരനായ ഈശോ എൻ്റെ കൂടെ വരും. ഈശോയുടെ യാത്രയിൽ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും മുറിവേറ്റവരെയും വച്ചു കിട്ടുന്ന ഒരു വ്യക്തി. യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ അവരുടെ കയ്യിൽ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. ഇവിടെ ഈ സമരിയക്കാരൻ്റെ കയ്യിലും യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളുമുണ്ട്. അവൻ യാത്ര ചെയ്തത് കഴുതപ്പുറത്താണ്. ഈശോയും കഴുതപ്പുറത്ത് യാത്ര ചെയ്തിരുന്നു. കരുതലുള്ള ഒരു യാത്രക്കാരനായിരുന്നു സമരിയക്കാരൻ. അതുകൊണ്ട് അവന് വീണ് കിടക്കുന്ന മുറിവേറ്റ് കിടക്കുന്ന തൻ്റെ സഹചരൻ്റെ വേദനയിൽ അലിവ് തോന്നാൻ, അവനെ കരുതലോടെ പരിചരിക്കാൻ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വിശാലമായ ഒരു കരം, കരുണയുടെ വലിയ ചക്രവാളം അവൻ്റെ കൈകളിൽ ഈശോ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കണം. ഈശോയുടെ അതേ പ്രവൃത്തി തന്നെയാണ് ഈ സമരിയക്കാരൻ ഇവിടെ ചെയ്യുന്നതായിട്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ജെറുസലേമിൽ നിന്ന്, സമാധാനത്തിൻ്റെ നാട്ടിൽ നിന്ന് പിടിച്ചുപറിക്കാരുടെ കൊള്ളക്കാരുടെ നാട്ടിലേക്കാണ് ആ വ്യക്തി നടന്നു പോയത്, ജെറിക്കോയുടെ നാട്ടിലേക്ക്. സമാധാനം നഷ്ടപ്പെട്ട് അലഞ്ഞു പോകുന്ന ഒരു വ്യക്തിയുടെ പ്രതീകം പോലെ നമുക്ക് ഈ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരുടെ കൈകളിൽ അകപ്പെട്ട യാത്രക്കാരനെ കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്തതുപോലെ അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങിയതുപോലെ സമാധാനം നഷ്ടപ്പെട്ടതുപോലെ ജെറുസലേമിൽ നിന്ന്, സമാധാനത്തിൻ്റെ നാട്ടിൽ നിന്ന് അവൻ യാത്രയാവുക ജെറിക്കോയിലേക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും തകർച്ചകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഓടിപ്പോവുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരണമെന്ന് കൂടി വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ജീവിതയാത്രകളിലൊക്കെ യേശുവിനെ ചേർത്ത് പിടിക്കണമെന്ന്, കാരുണ്യത്തിൻ്റെ സംസ്കാരമാണ് നിത്യജീവനിലേക്ക് നയിക്കുന്ന ഒരു പാഠമെന്ന് ഈശോ ഈ വചനഭാഗത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. സമരിയക്കാരൻ്റെ കരുണ വളരെ ഔദാര്യപൂർണമായ കരുണയായിരുന്നു. നമുക്ക് അത് വചനത്തിൽ കാണാനായിട്ട് പറ്റും. വഴിയിൽ വെച്ച് അവൻ വീണു പോയിട്ടും അവനെ എടുത്തു പരിചരിച്ചു. വചനം നാം കാണുന്നു 10:34 വീഞ്ഞും എണ്ണയും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി തൻ്റെ കഴുതിയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അതുമാത്രമല്ല, ഔദാര്യപൂർണമായി വീണ്ടും കരങ്ങൾ നീട്ടിക്കൊണ്ട് അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാര കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാമെന്ന്. പ്രിയപ്പെട്ടവരെ,
നമ്മളൊക്കെ വെക്കുന്ന ലിമിറ്റിനപ്പുറത്തേക്ക് വലിയ ലിമിറ്റില്ലാത്ത ഒരവസ്ഥ, ലിമിറ്റുകളില്ലാത്ത ഒരവസ്ഥ, ഒരു ഔദാര്യത്തിൻ്റെ ഒരവസ്ഥയാണ് നാം ഇവിടെ കാണുക. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടരേണ്ടതെന്ന് കർത്താവ് വചനം പറയുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ ഒന്നാം ലേഖനം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം, ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരാൾ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളുമെന്ന് യോഹന്നാൻ ശ്ലീഹ ചോദിക്കുന്നുണ്ട്. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവനോട് ഈശോ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. ദൈവസ്നേഹം കുടികൊള്ളുന്ന ഒരു വ്യക്തിയുടെ പ്രവൃത്തിയാണ് എത്രത്തോളം നീളേണ്ടതെന്ന് ഈശോ പഠിപ്പിക്കുക. അപ്പോൾ ഈ സമരിയക്കാരൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ദൈവസ്നേഹം കുടികൊണ്ടിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. സ്വയം പ്ലാനുകളൊക്കെ രൂപപ്പെടുത്തി കടന്നുപോയ 2 വ്യക്തികളെ നാം കാണും. വഴിയടിയിൽ അടിച്ചമർത്തപ്പെട്ട് വേദനിക്കപ്പെട്ട് അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു യാത്രക്കാരനെ കണ്ടിട്ടും സ്വന്തം പ്ലാനുകളോ പദ്ധതികളോ ഒന്നും മാറ്റിവെക്കാൻ തയ്യാറാകാതെ കടന്നു പോകുന്ന ഒരു പുരോഹിതനെയും ഒരു ലേവായനെയും നാം കാണുന്നുണ്ട്. ഒരുപക്ഷെ പുരോഹിതൻ യാത്രയാവുക വിശുദ്ധ ബലി അർപ്പിക്കാനാവും. സമയത്ത് ബലിയർപ്പിക്കാനുള്ള വലിയ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ കരുണയുടെ പ്രവൃത്തിയുടെ വശം മറന്നുപോയോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ബലിയർപ്പിക്കാനായി ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ സമയം തൻ്റെ പ്ലാനിനെ ഒരു ശകലം പോലും മാറ്റാൻ പറ്റാതെ അദ്ദേഹം കണ്ടില്ലെന്ന് നടിച്ച് കണ്ണുകൾ അടച്ചു കളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു പുരോഹിതനെ നാം ഇവിടെ കാണുന്നുണ്ട്. ആ പ്ലാനുകളിൽ പെട്ട് അകപ്പെടുന്നു. സ്വന്തം കഥ രചിക്കുന്ന ഒരു വ്യക്തിയെന്ന് വേണമെങ്കിൽ ഈ പുരോഹിതനെയും ലേവായനെയും കുറിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം ഈ പുരോഹിതൻ ഓരോ ദിവസവും ഓരോ പ്ലാനുണ്ട്. ഞാൻ ആയിരിക്കേണ്ട അവസ്ഥ, ഞാൻ ചെയ്തു തീർക്കേണ്ട കടമകൾ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തൊക്കെ ആകണമെന്ന് ചിന്തിച്ചിട്ട് എന്നെക്കുറിച്ച് ഒരു ചിത്രം, ഒരു കഥ ഞാൻ രചിച്ചു വെച്ചിരിക്കുന്നത് പോലെ അതിന് ഒരു പടി പോലും അല്ലെങ്കിൽ 1 ഇഞ്ച് പോലും മാറ്റം വരുത്താൻ തയ്യാറാവാതെ കണ്ടില്ലെന്ന് നടിച്ച് കടന്നു പോകുന്ന പുരോഹിതനും ലേവായനും ഒരു പക്ഷെ ഈ മനുഷ്യനെ കണ്ടിരിക്കും. പക്ഷെ ഇനി അതിന് കൂടുതലായി എന്തെങ്കിലും ചെയ്താൽ നാളത്തെ എൻ്റെ ജീവിത ദിവസം ഡിസ്റ്റർബ്ഡ് ആയെങ്കിലോ എന്ന് വിചാരിച്ച് കടന്നു പോകുന്ന വ്യക്തി. 2 പേരും സ്വന്തം കഥ രചിച്ച് സ്വന്തം പ്ലാനിലായിരിക്കുന്ന വ്യക്തികളാണ് ലേവായനും പുരോഹിതനും. അങ്ങനെയെങ്കിൽ ഓരോ സമയത്തും ഓരോന്ന് ചെയ്യണം എന്ന് വളരെ ആസൂത്രണപരമായിട്ട് പത്തുകൾ പ്ലാൻ ചെയ്യുന്ന ഈ വ്യക്തികളെ പോലെ പലരുമായിരിക്കും നമ്മളും. ഈശോ വചനം പറയുന്നു, സുഭാഷിതം 16:3, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചേരാതെ പ്ലാനുകളും പദ്ധതികളുമൊക്കെ രചിച്ച് എൻ്റെ സ്വന്തം പ്ലാനുകളിൽ അകപ്പെട്ട് ഞാൻ നടന്നു പോയാൽ അതൊക്കെ എന്തുമാത്രം വിലയുണ്ട് എന്ന് ഈശോ തന്നെ വിധിക്കേണ്ടിയിരിക്കുന്നു. ഈശോയോട് ചേർന്ന് വേണം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇവിടെ പുരോഹിതനോ ലേവായനോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പുരോഹിതനെയും ലേവായനെയും സമറായക്കാരനെയും ഈശോ ഒരേ വിളിയാണ് കൊടുത്തത്. അവർ 3 പേരും കടന്നുപോയ സാഹചര്യം ഒരേപോലെയാ. 3 പേരും കണ്ടു അർത്ഥപ്രാണനായി കിടക്കുന്ന ആ മനുഷ്യനെ. ഒരേ വിളി, ഒരേ ത്രാസിൽ, ഒരേ തട്ടിൽ 3 പേരും നിൽക്കുന്നു. എന്നാൽ അതിന് ശേഷമുള്ള ആ വിളിക്ക് അവർ കൊടുത്ത പ്രത്യുത്തരമാണ് ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടത്. പുരോഹിതനും ലേവായനും കൊടുത്ത വിളിയിൽ അവർ ഒരു തരി പോലും പ്രത്യുത്തരിക്കാനോ റെസ്പോണ്ട് ചെയ്യാനോ തയ്യാറാവാതെ സ്വന്തം വഴികളിലൂടെ മുന്നോട്ട് പോകുന്നതായി നാം കാണുന്നുണ്ട്. ഇവരെ പഴയ നിയമ കാലഘട്ടത്തിലെ യോന പ്രവാചകനോട് നമുക്ക് സാമ്യപ്പെടുത്താനായിട്ട് പറ്റും. യോന പ്രവാചകൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, കർത്താവിനെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ്. ധാരാളം പ്രാർത്ഥിച്ചു, നന്മ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം ഒരു ദൗത്യം കൊടുക്കുന്നുണ്ട്. നീ പോയി നിനവയിൽ പ്രസംഗിക്കണം, മാനസാന്തരത്തിൻ്റെ വചനം പറയണമെന്ന്. അപ്പോൾ സ്വന്തം പ്ലാനിൽ ചിന്തിക്കുകയാണ്, ഞാൻ പ്രസംഗിച്ചവർ മാനസാന്തരപ്പെടില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ചവർ മാനസാന്തരപ്പെട്ടാൽ ദൈവം കരുണ കാണിച്ചാലോ, ഇങ്ങനെയൊക്കെയുള്ള സ്വയമുള്ള ചിന്തകളിൽ അകപ്പെട്ടിട്ട് ദൈവം പോകാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതെ താർശീഷിലേക്ക് കപ്പൽ കയറുന്ന ഒരു യോന പ്രവാചകനെ നാം കാണുന്നുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ പുരോഹിതനും ചെയ്തത്. താൻ അർപ്പിക്കുന്ന ബലിയുടെ വലിയ പ്രായോഗിക തലമാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്നിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നിട്ടും അത് മറന്ന് സ്വന്തം പ്ലാനുകളിലും മാത്രം മുന്നോട്ട് പോകുന്ന, ഒളിച്ചോടുന്ന, ദൈവിക പദ്ധതിക്കും ദൈവിക വിളിക്കും റെസ്പോണ്ട് ചെയ്യാതെ ഒളിച്ചോടുന്ന ഒരു പുരോഹിതനെയും ലേവായനെയും നാം കാണുന്നുണ്ട്.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് നാം അല്ല തീരുമാനിക്കേണ്ടത്, അത് ദൈവമാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുക, അവിടുന്ന് തീരുമാനിക്കട്ടെ. ഇവിടെ പുരോഹിതനും ലേവായനുമൊക്കെ സ്വന്തം ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് സ്വയം തീരുമാനിച്ചു. അത് തകർന്നു പോകാൻ ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. കിഴക്കോട്ട് പോകാൻ, നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പടിഞ്ഞാറോട്ട് താർസിസിലേക്ക്, സ്പെയിനിലേക്ക് കപ്പൽ കയറിയ യോനായെ പോലെ വിപരീത ദിശയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം കൊടുക്കാതെ, കരുണ ചെയ്യാതെ നാം കടന്നു പോകുമ്പോഴെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുള്ള ഒളിച്ചോട്ടം, ദൈവത്തിൽ നിന്നുള്ള ഒരു പലായനം എന്ന് പറയാം. നാം ക്രിസ്ത്യാനികൾ, കത്തോലിക്കരാണ്, ഒരുപാട് സംഘടനകളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആവാം. എന്നാൽ ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്, ദൈവിക പദ്ധതി എന്നിൽ നിന്ന് ഈ നിമിഷം, ഈ സമയം ദൈവം എന്താഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കണം, ഞാൻ മനസ്സിലാക്കണം, ഞാൻ റെസ്പോണ്ട് ചെയ്യണമെന്ന്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അവസ്ഥയൊക്കെ കടന്നു വരും. ഒത്തിരി പ്ലാനുകൾ തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോഴാകും ഒരുപക്ഷെ അവിടെ ഒരു സഹായം അർഹിക്കുന്ന കൈ കാണാനായിട്ട് പറ്റുക. അവിടെ നിന്ന് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ ഒരുപക്ഷെ നമ്മുടെ ജോലിയിൽ നമുക്ക് തടസ്സമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, യേശുവിന് വേണ്ടി എന്നതുപോലെ ഒരു മിനിറ്റ് അവിടെ നിന്നാൽ ദൈവത്തിൻ്റെ ശക്തമായ കരം മറ്റൊരു ക്രിസ്തുവായി നിനക്ക് മാറാനുള്ള അവസരം ഈശോ നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഈ ഒളിച്ചോട്ടമല്ല, ഇവിടെ നിന്ന് ജീവിക്കാനുള്ള സമയമാണ് ഈശോ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒളിച്ചോട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് പറ്റാതെ പോകുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പുരോഹിതൻ ദിവ്യബലിക്ക് സമയം പാലിക്കാൻ പറ്റാത്തതിൽ അസ്വസ്ഥപ്പെടുന്ന ഒരവസ്ഥയാണ് എങ്കിൽ, അസ്വസ്ഥപ്പെടുന്ന ഒരവസ്ഥ ചിന്തിച്ചത് കൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ കരുണ കാണിക്കാൻ പറ്റാതെ പോയത്. ചിന്തിക്കണം, ഈ സമയത്ത് എൻ്റെ ദൈവം എന്നോട് എന്തു പറയുന്നു, അവിടുന്ന് എന്നോട് എന്തു പറയുന്നുവെന്ന് ശ്രവിക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സമറിയാക്കാരൻ്റെ മനസ്സിൽ ദൈവം എന്തു തോന്നിപ്പിച്ചോ ആ കരുണയ്ക്ക് ഒരു ഉത്തരം കൊടുക്കാൻ, കരുണയുടെ മൂർത്തിഭാവമായി മാറാൻ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നതും നാം കാണുകയാണ്. എന്നാൽ സമറിയാക്കാരൻ ദൈവസ്വരം ശ്രവിച്ചിട്ട് യഹൂദരുടെ മുൻപിൽ ഒരു പാപിയാണ്. സമറിയാക്കാരന് യാതൊരു വിലയുമില്ല യഹൂദരുടെ മുൻപിൽ. യഹൂദരുടെ കാഴ്ചപ്പാടിൽ ദൈവത്തിൽ നിന്ന് വളരെ ദൂരെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് സമറിയാക്കാരെ അവർ കണ്ടുമുട്ടുന്നത്. അറിവില്ലാത്തവർ, യഥാർത്ഥ മലയിൽ ആരാധന നടത്താത്തവർ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സമറിയാക്കാരൊക്കെ തന്നെയാണ് ദൈവത്തിൻ്റെ സ്വരത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റിയതെന്ന് ഇവിടെ വചനം പറയുന്നു. വേറെ മലയിൽ ആരാധിക്കുന്ന പറഞ്ഞ ദൈവശാസ്ത്രം ഒരുപാട് അവരെ കൊണ്ട് ദൈവശാസ്ത്രം അറിയില്ലെന്ന് പറഞ്ഞ് സമറിയാക്കാരെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ അവരിൽ നിന്ന് ഒരു വലിയ കരുണയുടെ നീർച്ചാല് ഒഴുകുന്നുവെന്ന് ഈശോ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം വിളിക്കുന്ന അദ്ദേഹം കേട്ടു. അദ്ദേഹം ഒളിച്ചോടിയില്ല. കരുണ കാണിക്കാൻ തൻ്റെ ജീവിതത്തെ അദ്ദേഹം വിട്ടുകൊടുത്തു. തൻ്റെ പ്ലാനുകൾക്കപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ പ്ലാനുകൾ നിറവേറ്റാൻ തയ്യാറായി മുറിവേറ്റവനെ സമീപിച്ചു. തൈലവും വീഞ്ഞുമൊക്കെ ഒഴിച്ച് മുറിവുകൾ വച്ചു കെട്ടി തൻ്റെ മൃഗത്തിൻ്റെ ചുമലിലിരുത്തി സത്രത്തിൽ കൊണ്ടുപോയി കരുതലോടെ ശുശ്രൂഷിച്ചു. തനിക്കിരിക്കാനുള്ള മൃഗത്തിൻ്റെ ചുമലിൽ തൻ്റെ സീറ്റ് കൊടുത്ത് ആ വ്യക്തിയെ ഇരുത്തി കൊണ്ടുപോയി സത്രത്തിലേക്ക് ആക്കുകയാണ്. ആ ദിവസം മുഴുവൻ ഒരുപക്ഷെ അത് നഷ്ടപ്പെട്ടിരിക്കും. കാരണം അടുത്ത് ചെന്ന് ശുശ്രൂഷിച്ച്, സത്രം എന്ന് പറയാൻ അത്ര അടുത്തായിരിക്കണം നിർബന്ധമില്ല, കുറേ ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കും. എല്ലാ പ്ലാനുകളും തകർന്നു, ഒരു ദിവസം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. പക്ഷെ അതൊരു നഷ്ടമായി കണക്കാക്കാതെ ഈ നന്മയുടെ വലിയ വിശാലത ചെയ്യാൻ വേണ്ടി അദ്ദേഹം സത്രക്കാരനോട് പറയുകയാണ്, 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ വരും, എന്തെങ്കിലും ഇനിയും ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറയുന്ന ഒരവസ്ഥ. അത്രയും വലിയൊരു സഹായ മനസ്ഥിതിയിലേക്ക്, കരുണയുടെ ഒരു ഭാവത്തിലേക്ക് നമ്മളൊക്കെ വളരണമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം അവൻ്റെ ജീവിതത്തോട് ചേർന്നിരുന്നു. അവൻ്റെ കൈകളെ ദൈവം ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത് ചെയ്യുവാനായിട്ട് അവന് സാധിച്ചത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് സമറിയാക്കാരൻ ചെയ്തത്. തൻ്റെ ജീവിതത്തിലെ കുറച്ച് സമയം ദൈവസന്നിധിയിലേക്ക്, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ നന്മ നഷ്ടപ്പെടുത്തി കളയുന്ന ഒത്തിരി അവസരങ്ങളും കണ്ണടച്ച് കളയുന്ന നമ്മുടെ രീതികൾക്കൊക്കെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമറിയാക്കാരന് മുറിവേറ്റപ്പോൾ സമറിയാക്കാരന് തന്നെയാണ് മുറിവേറ്റത്. മുറിപ്പെട്ടവനെ കണ്ടപ്പോൾ സ്വയം മുറിവേറ്റതുപോലെ തോന്നിയിട്ട് അവിടെ നിന്നു കൊടുത്തത്. സഹചരുടെ വേദനകളും സങ്കടങ്ങളും ഒക്കെ കാണുമ്പോൾ സ്വന്തം വേദനയെന്ന് കണ്ടിട്ട് അവരെ സ്വന്തമായി കണ്ട്, സ്വന്തമായി മനസ്സിലാക്കി അവർക്ക് വേണ്ടി കൈകൾ നീട്ടണമെന്ന് ഈശോ പറയുകയാണ്. അവനിവിടെ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നു. മുറിവിൽ
വീഞ്ഞും എണ്ണയുമൊക്കെ ഒഴിച്ച് അവനെ ശുശ്രൂഷിച്ചപ്പോൾ അവന് യേശുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ പങ്കുചേർന്നുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നല്ല ഇടയനായി അവിടുന്ന് മാറി, യേശുവായി അവൻ മാറി. ചിതറിക്കപ്പെട്ട, നഷ്ടപ്പെട്ടു പോകാമായിരുന്ന, അവിടെ കിടന്നാൽ ആരും നോക്കാനില്ല, നഷ്ടപ്പെട്ടു പോകാവുന്ന ആ ജീവനെ ഈശോ കുഞ്ഞാടിനെ തോളിലെടുത്തതുപോലെ, ഉൾപ്പടപ്പിൽ ഉടക്കിപ്പോയ കുഞ്ഞാടിനെ തോളിലെടുത്തതുപോലെ ഇവൻ കരുണയോടുകൂടി ഈ യഹൂദനെ തോളിലെടുത്ത് കൊണ്ടുപോകുന്നത്, ചുമലിലിരുത്തി കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പറയുകയാ സമരിയക്കാരൻ, ഞാൻ നിനക്ക് വേണ്ടി വന്നവനാ, എൻ്റെ സമയം നിനക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടി നിൽക്കാൻ എനിക്ക് സമയമുണ്ടെന്ന് പറഞ്ഞ് അവന് വേണ്ടി ചെലവഴിക്കുന്ന അതേ ഭാവം, ഒരു ക്രിസ്തുവിൻ്റെ ഭാവം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. അതാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക. ജീവിതത്തിൻ്റെ ആക്ഷൻ പ്ലാനുകൾ അതൊന്ന് മാറ്റി എഴുതാൻ നമ്മളൊക്കെ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കാൻ സമയമുണ്ടാവും. പലപ്പോഴും ആക്ഷൻ പ്ലാനുകൾ നമ്മൾ തന്നെ മെനയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി മെനഞ്ഞിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ കാണാൻ നമുക്ക് പറ്റാതെ പോകും. നമ്മുടെ പദ്ധതികളും പ്ലാനുകളും ഒക്കെ നമ്മളിങ്ങനെ രൂപപ്പെടുത്തി, ചിലരൊക്കെ വ്യക്തികളൊക്കെ പറയും, സിസ്റ്ററെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ ഇല്ല, എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, പ്ലാനുകൾ തയ്യാറാക്കുന്നവരവരൊക്കെ ഈശോയുടെ സന്നിധിയിൽ പോയി നിൽക്കുമ്പോഴും എനിക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ, എൻ്റെ ഈ ദിവസത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഈശോ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാനിന് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്താൽ എൻ്റെ ജീവിതത്തിൽ ഈശോ അത്ഭുതങ്ങൾ ചെയ്യും. ജീവിതത്തിൽ ആക്ഷൻ പ്ലാൻ ഒന്ന് മാറ്റിവെച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റേണ്ടതായിട്ട് വരുമ്പോൾ ദൈവം ഏറ്റെടുത്ത വലിയ മാസ്റ്റർ പ്ലാനിൻ്റെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വരും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഡെയിലി അനുഭവങ്ങളിൽ ഈശോ അത് ചെയ്തു തരുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ കരുണയുടെ ഒരു ഭാവമായി നമ്മൾ മാറുമ്പോൾ ഈശോയുടെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും. വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയം നമ്മളിവിടെ കാണുന്നുണ്ട്. എന്തുമാത്രം വലിയ കാര്യങ്ങൾ ചെയ്യാനും ഭയമില്ലാതെ ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്തു കൊള്ളാം. എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയുന്ന, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും, കൂടുതലായി എന്തെങ്കിലും ചിലവായാൽ എന്ത് വേണമെങ്കിലും തന്നുകൊള്ളാം എന്ന് പറയുന്ന ഒരു വലിയ അവസ്ഥ, വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ്, അതാണ് നാം കാണുക. എളിമയോടെ ചെറിയ കാര്യം പോലും ചെയ്യാൻ മടിക്കാത്ത ഒരു ഹൃദയം, ബാക്കി വേണമെങ്കിൽ തരാമെന്ന് പറയുന്ന അവസ്ഥ, ആരെയും പാതി വഴിയിൽ ഉപേക്ഷിക്കാത്ത ഒരു ഹൃദയം. പ്രിയപ്പെട്ടവരെ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഹൃദയം തമ്പുരാന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും. ആ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്ന ഈ ഉപ്പ് എന്ന് പറയുന്നത് കരുണയുടെ ഭാവമാണ്. ഇത് നമ്മൾ ഉറിയിലിങ്ങനെ കെട്ടിത്തൂക്കി അടച്ചു വെക്കേണ്ടതല്ല. ആവശ്യാനുസരണം എടുത്തെടുത്ത് കൊടുക്കാതിരുന്നാൽ അത് വഴി ഇരുന്ന് ഉറകെട്ടു പോകും, പിന്നെ ഒന്നിനും ഉപകരിക്കുകയില്ല. കരുണയുടെ ഭാവം എന്ന് പറയുക എപ്പോഴും പങ്കുവെച്ച് ഉപയോഗിച്ച് കൊടുക്കേണ്ടതാ. അത് അമിതമാകാനും പാടില്ല, അതിവിശിഷ്ട. കാരണം ഞാനെന്ന വ്യക്തിക്ക് ഈശോ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. കരുണ കാണിക്കാമെന്ന് പറഞ്ഞ നാളെ തന്നെ എൻ്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങിയാൽ അത് അമിതമായ അവസ്ഥയാണ്. എന്നാൽ ഞാൻ ഉപ്പ് എന്ന് പറയുന്ന സംഭവം ആവശ്യത്തിന് ചേരുമ്പോൾ രുചി ചേരുന്നത് പോലെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ കരുണയുടെ ഭാവവും കൂടി ഞാൻ കൂട്ടിച്ചേർക്കണം. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കണം. എൻ്റെ ഈശോയോട് ചേർന്ന് ഈശോ എനിക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അതിവിശിഷ്ടമായ കരുണയുടെ കവിഞ്ഞുരുകളുണ്ടാവും. ഞാൻ കൂടുതൽ ഉപ്പുള്ള വ്യക്തിയായി മാറും. എൻ്റെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ തമ്പുരാനെ മഹത്വപ്പെടുത്തും. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗ്ഗപിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വെളിച്ചം എന്ന് പറയുക കരുണയുടെ വെളിച്ചമാണ്. ഈ കരുണയുടെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ, ഉപ്പുള്ളവരായി മാറുവാൻ, കരുണയുള്ളവരായി മാറുവാൻ, ഈശോ വരയ്ക്കുന്ന മാസ്റ്റർ പ്ലാനിലൂടെ മുന്നോട്ട് പോകാൻ, ഈശോയുടെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ വചനഭാഗം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നല്ലൊരു സമരിയാക്കാരനായി, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പതിപ്പുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരു ദിവസമെങ്കിലും ഒരു സമരിയാക്കാരനായി നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് മാറുവാൻ സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. അവിടെയാണ് അനുഗ്രഹത്തിൻ്റെയും വിജയത്തിൻ്റെയും വിശുദ്ധിയുടെയും കിരീടം ഈശോ നമ്മളെ അണിയിക്കുക. ഈശോ പറഞ്ഞില്ലേ, നീയും പോയി അതുപോലെ ചെയ്യുക. അത് നമ്മുടെ ചെവികളിൽ മുഴങ്ങണം. അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോൾ മുതൽ ഈ ഒരു വാക്ക് നമ്മുടെ ചെവികളിൽ ഉണ്ടാവണം. നീയും പോയി അതുപോലെ ചെയ്യുക.
കരുണ കാണിക്കാനുള്ള ഒരാഹ്വാനം, യേശുവിൻ്റെ സ്വരത്തിന് കാതോർക്കുന്ന ഒരാഹ്വാനം, യേശുവിൻ്റെ സ്വരത്തിന് കാതോർക്കുന്ന ഒരവസ്ഥ, ഒരു ജീവിതശൈലി നമുക്ക് രൂപപ്പെടുത്താം. നമ്മുടെ കരങ്ങളെ വിശാലമാക്കാം. അതിന് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഈശോയെ, അങ്ങയെപ്പോലെ കരുണ കാണിക്കുവാൻ, സഹജീവികളുടെ ആവശ്യങ്ങളെ കണ്ടറിയുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ, നിൻ്റെ വലിയ സാന്നിധ്യവും സ്വരവുമൊക്കെ കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും നീ വരച്ചു വയ്ക്കുന്ന ആ മാസ്റ്റർ പ്ലാൻ, അത് ഏറ്റവും മഹത്താണെന്ന് തിരിച്ചറിഞ്ഞ് ഈശോ നയിക്കുന്ന വഴികളിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണം. അതിനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.